ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന എഗ് ബൈറ്റ്സ് ആണ്. വളരെ ഈസിയും ഹെൽത്തിയുമായ ഈ എഗ് ബൈറ്റ്സ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുട്ട ആയതുകൊണ്ടാട്ടോ 5 എണ്ണം എടുത്തത്. വലിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം മതിയാവും കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവ രണ്ടും ചേർത്ത് നന്നായി ഈ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു കേട്ടോ. നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാള കേട്ടോ, അതിട്ട് കൊടുക്കാം. 2 ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത് കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ്, അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 1/2 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞെടുത്തത്. ഈ ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഇതിൽ ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി ഇങ്ങനെ ഇടും. നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഉരുളക്കിഴങ്ങ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ വെജിറ്റബിൾ മിക്സ് ഒന്ന് ആറിയതിന് ശേഷം വേണം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് ഇടാനായിട്ട്. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ വീതം ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ വേണ്ട കേട്ടോ. നമുക്കിതിലേക്ക് അല്പമായിട്ട് നമ്മളുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ എഗ് ബൈറ്റ് റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ വളരെ ഈസിയും ഹെൽത്തിയുമായ എഗ് ബൈറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലിനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.